ശ്രീജിത് ഭായി ചോദിച്ച ഡേറ്റ് ഞാൻ ശ്രീ മഞ്ജുഷ് ആദ്യം അയക്കാൻ ശ്രീജിത് ഭായി അയക്കുന്നതായിരിക്കും 25/3/2026. എക്സാക്ട്ലി. അതായത് ഫസ്റ്റ് FIR ആണത്. അതായത് ഈ കേസിൽ ചാർജ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ FIR 10-ാം തീയതി ഏപ്രിൽ മാസം 9-ാം തീയതിയും 10-ാം തീയതിയുമുള്ള ഡേറ്റുകളിൽ ഒന്നിലാണ് NCST പോക്സോ ചാർജ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ 2 ആഴ്ച മുമ്പുള്ള FIR ഡേറ്റ് ആണ്. അന്നത് എടുത്തിരുന്നില്ല. ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിൽ ഒരു അമ്പലത്തിൽ വെച്ച് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ കഴിയുമോ? ശ്രീജിത് പണിക്കർ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇവിടെ സംസ്ഥാന പോലീസ് സഹകരിക്കാത്തതിന് കാരണമെന്ന് പറയുന്നത് ആ വിവാഹത്തിൽ പങ്കെടുത്ത VIP-കൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ്. പോക്സോ കേസാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും. കേരളത്തിലെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം വഴിയാണ് ഇവർക്ക് 1 മണിക്കൂറിനുള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എന്ത് വെരിഫിക്കേഷൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുത്തിരിക്കുന്നത്? ഒന്നും നടന്നിട്ടില്ല. അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ഒറിജിനാലിറ്റി എന്താണെന്നതിനെ കുറിച്ച് മധ്യപ്രദേശിൽ ഇത് വെരിഫൈ ചെയ്തതിനു ശേഷമാണ് അവരത് കൊടുത്തിരിക്കുന്നത്. ഒന്നുമല്ല. ഈ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാര് ആ കുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷമാണോ ആ വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നത്? ഒന്നുമല്ല. അറിയപ്പെടുന്ന പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന 2 വ്യക്തികളാണ്. അവരുടെ പ്രായം ഇന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സമയത്ത് അവർക്ക് വീട്ടിൽ എതിർപ്പുണ്ടെങ്കിൽ നടത്തി കൊടുക്കുന്ന ഒരു വിവാഹം പോലെ കാണാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഒരു MLA-യും ഒരു MP-യും പിന്നെ ഒരു മന്ത്രിയും. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. അതായത് ഇവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലൊക്കെ അവരെ പൂട്ടണമെങ്കിൽ നേരിട്ട് ആദ്യം ചെയ്യേണ്ടത് പോക്സോ കേസ് എടുക്കുക തന്നെയാണ്. അപ്പൊ അതിന് രാഹുൽ ഈശ്വർ പറയുന്ന വാദം എന്താണ്? പോക്സോ കേസ് എടുക്കാത്തത് നിലനിൽക്കാത്തത് കൊണ്ടാണ് എന്ന്. അപ്പൊ അബ്ഡക്ഷൻ കേസ് എന്ന് ചോദിക്കുമ്പോൾ അതും നിലനിൽക്കത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനെ പിന്നെ അബ്ഡക്ഷൻ കേസ് എടുത്തത്? പോക്സോ കേസ് നിലനിൽക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണെങ്കിൽ അബ്ഡക്ഷൻ കേസും നിലനിൽക്കത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ 18 വയസ്സിന് പ്രായം, അതിന് 18 വയസ്സിന് താഴെയാണ് ആ കുട്ടിക്ക് എങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? സർക്കാരാണ്. അതായത് ഞാൻ പറഞ്ഞത്, കല്യാണം നടത്തി കൊടുക്കുന്നതിലൊന്നും അല്ല പ്രശ്നം. പക്ഷേ ആ കുട്ടിക്ക് താല്പര്യത്തോടു കൂടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് എങ്കിലും 18 വയസ്സിന്റെ പ്രായപൂർത്തി അതിനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ താല്പര്യം എന്ന് പറയുന്നതിനെ ലീഗലി നമ്മൾ അതിനെ പരിഗണിക്കില്ല. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂടി നമുക്കിട്ട് പണിയ. രാഹുൽ, ഈ FIR ഇട്ടിരിക്കുന്ന ഡേറ്റ് ഏതാണ്? രാഹുലിന്റെ കയ്യിൽ FIR ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ FIR-ന്റെ കോപ്പി ഇപ്പൊ അയച്ചു തരാം. ഞാൻ അതൊന്ന് എടുത്തോ. കൃത്യമായ ഡേറ്റ് ഉണ്ട്. എനിക്കറിയില്ല സർ. വേറൊരു കേസ് പറയാം. നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്ന ഒരാളിനെ പിടിച്ചു. അയാളുടെ കയ്യിൽ അന്നേരം ഒരു ഡോക്യുമെന്റ് ഉണ്ട്. നാർക്കോട്ടിക്സ് വേറെ ഏതെങ്കിലും ഒരു ക്രൈം ആയിക്കോട്ടെ, ഒരു ക്രൈം ഉണ്ട്. ആ സമയത്ത് ജുവനൈലാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ജുവനൈലിനാണെങ്കിൽ ശിക്ഷ ഇന്നത്, അഡൽട്ട് ആണെങ്കിൽ ശിക്ഷ ഇന്നത്. പിന്നീട് ഇത് വ്യാജമാണെന്നോ അത് മറ്റാരുടേതാണെന്നോ അത് തെറ്റായിട്ടുണ്ടാക്കിയതാണെന്നോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഉത്തരവാദിത്വം? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അയാൾക്ക് പിടിച്ചെടുത്ത സമയത്ത് ജുവനൈലായിരുന്നു, അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് അയാളെ ട്രീറ്റ് ചെയ്യാവൂ എന്ന് പറയാൻ കഴിയൂ? അയാളുടെ പ്രായം എന്താണെന്ന് ഫൈനൽ വാലിഡിറ്റി വന്നതിന് ശേഷമല്ലേ തീരുമാനിക്കാൻ കഴിയൂ? ആരാണ് ഫൈനൽ വാലിഡിറ്റി പറയേണ്ടത്? കോടതിയല്ലേ പറയേണ്ടത്? ഞാനും ഇത് തന്നെ കോടതിയല്ലേ? ജോസഫ് സാറും പറഞ്ഞ കോടതി പറയണമെന്നല്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു. അങ്ങെന്താ മധ്യപ്രദേശ് ഗവൺമെന്റിനെ മാത്രം വിശ്വസിക്കുന്നു? ഞാൻ കേരള ഗവൺമെന്റിനെ വിശ്വസിക്കുന്നു. കേരള ഗവൺമെന്റും കേരള പോലീസും കേരള ഗവൺമെന്റ് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ലല്ലോ. കേരള ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ? മധ്യപ്രദേശ് ഗവൺമെന്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. കേരള ഗവൺമെന്റ് സീറോ ആക്ഷൻ. ആക്ഷൻ മോട്ടിവേറ്റഡ് ആൻഡ് പൊളിറ്റിക്കൽ ആണ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ ഈശ്വറിന്റെ താല്പര്യങ്ങൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ലെന്ന് ആര് പറഞ്ഞു? രാഹുൽ ഈശ്വറിന്റെ താല്പര്യങ്ങൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെന്റ് ആക്ഷൻ എടുക്കാതിരുന്നതും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ വന്നിട്ട് ഇവരെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു കൊടുക്കാനായിട്ട് കേരള പോലീസിന് കഴിയാത്തത് കേരള പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അതല്ല ഉദ്ദേശം. നേരെ തിരിച്ച് അങ്ങ് അറിഞ്ഞിരിക്കാനാണ് കേരള പോലീസ് സഹകരിച്ചു. 2 പേരും ഫോൺ ഓഫ് വെച്ചിട്ട് മാറി നിന്നു. അവർ അവരുടെ പേടി കാരണം. എന്താണ് രാഹുൽ പറയുന്നത്? കേരള പോലീസ് വിചാരിച്ചാൽ ആ 2 പേരെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് മാത്രമേ ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. താങ്കൾ പറഞ്ഞു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ആക്ഷൻ എടുക്കാതിരുന്നത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ലേ? ഈ മധ്യപ്രദേശ് സർക്കാരിന്റെ NCST-യുടെ താല്പര്യം എന്താ രാഹുൽ ഈശ്വർ ഇതിൽ? താല്പര്യം ഹിന്ദു മുസ്ലിം കല്യാണങ്ങളെ അങ്ങനെയാണോ NCST പ്രവർത്തിക്കുന്നത്? NCST പ്രവർത്തിക്കുന്ന അങ്ങനെയാണോ? താല്പര്യം എന്താണ്? അല്ല, NCST പ്രവർത്തിക്കുന്ന അങ്ങനെയാണോ? NCST പ്രവർത്തിക്കുന്ന അങ്ങനെയാണോ? കേരള സർക്കാർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അല്ല, ഞാൻ പറഞ്ഞത് NCST എന്ന് പറയുന്നത് കേരള സർക്കാർ ഇതിനകത്ത് കക്ഷിയല്ലെന്നേ. കേരള സർക്കാർ ഇതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഗോവിന്ദ മാഷിനെ നിങ്ങൾ കേരള സർക്കാർ ആക്കരുത്. നോക്കൂ, താങ്കൾ പറഞ്ഞതിലെ ഫണ്ടമെന്റൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് അതിൽ പങ്കെടുത്തൊന്നുമല്ല. കേരള സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല, കേരള സർക്കാർ അതിൽ ആക്ഷൻ എടുത്തിട്ടില്ല. പക്ഷേ മധ്യപ്രദേശ് സർക്കാർ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഇറ്റ്സ് എ സ്റ്റേറ്റ് ആക്ഷൻ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
എഫ്ഐആറിന്റെ ഡേറ്റ് പറയൂ രാഹുൽ. ശ്രീജിത് ഭായി ചോദിച്ച ഡേറ്റ് ഞാൻ ശ്രീ മഞ്ജുഷ് ആദ്യം അയക്കാൻ ശ്രീജിത് ഭായിക്ക് അയക്കുന്നതായിരിക്കും. 25/3/2026. എക്സാക്ട്ലി. അതായത് ഫസ്റ്റ് എഫ്ഐആർ ആണത്. അതായത് ഈ കേസിൽ ചാർജ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ എഫ്ഐആർ 10-ാം തീയതി ഏപ്രിൽ മാസം 9-ാം തീയതിയും 10-ാം തീയതിയുമുള്ള ഡേറ്റുകളിൽ ഒന്നിലാണ് NCST പോക്സോ ചാർജ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. കുഴപ്പമായി തോന്നുന്നത്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ 2 ആഴ്ച മുമ്പുള്ള എഫ്ഐആർ ഡേറ്റ് ആണ്. അന്നത് എടുത്തിരുന്നില്ല. ഇതിനാണ് ഞാൻ ഇത്രയും നേരം രാഹുൽ ഈശ്വറിനോട് എഫ്ഐആറിന്റെ ഡേറ്റ് ചോദിച്ചത്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതിനകത്തിൽ പോക്സോ കേസ്, ഈ മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന ബാക്കി കേസ് അതിനകത്തുണ്ടോ? പോക്സോ ഇട്ടിട്ടില്ലല്ലോ. മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന ബാക്കി കേസ് എക്സാക്ട്ലി അത് എടുത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഈശ്വർ ഒരു കാര്യം, ഈ 10-ാം തീയതി പറഞ്ഞിരിക്കുന്ന കാര്യം 25-ാം തീയതി മാർച്ചിലത്തെ എഫ്ഐആറിൽ എങ്ങനെ വരിക? 25-ാം തീയതി എന്നാൽ 17 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിൽ പോക്സോ ഇടരുത്. അതിലേക്ക് പോകല്ലേ, ഓടല്ലേ, അതിൽ പോകരുത്, അതിൽ പോകല്ലേ. ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ഈ ചോദ്യത്തിന്റെ മറുപടി രാഹുൽ ഈശ്വർ ആദ്യം പറയൂ. ഈ ചോദ്യത്തിന്റെ മറുപടി പറയൂ. NCST ആക്ഷൻ എടുത്തിരിക്കുന്നത് ഏപ്രിൽ 10, 2 ആഴ്ചയ്ക്ക് ശേഷം. കേൾക്കാമോ? ഇത് കള്ളക്കേസാണ് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഇതിന് രാഹുലിന് മറുപടി ഇല്ല. രാഹുലിന്റെ വാദം പൊളിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. NDTV ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക് ഉൾപ്പെടെയുള്ള ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും താങ്കൾ പറഞ്ഞ പോലെ ഈ റൈറ്റ് വിംഗുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്ന് കേരള പോലീസിനോട് ഇത് അബ്ഡക്ഷൻ കേസാണ് എന്നല്ലേ പറഞ്ഞത്? പോക്സോ കേസാണെന്നല്ലോ. അങ്ങനെ പറഞ്ഞോ ഇല്ല? രാഹുൽ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ കാര്യം രാഹുൽ എന്ന് പറയോ? കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ കാര്യം രാഹുൽ എന്ന് പറയോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. 20-ാം തീയതി വരെ അവർക്ക് നോട്ട് അറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രമേ പറഞ്ഞുള്ളൂ. പോക്സോ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പോക്സോ പറഞ്ഞു. അന്വേഷണം എന്തിനെ കുറിച്ചാണെന്നുള്ളതിനെ പറ്റി പറയുന്നില്ല. എന്ത് കാര്യത്തിനാണ് അവര് കോൺടാക്ട് ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാണ് രാഹുലെ കോൺടാക്ട് ചെയ്യുന്നത്? രാഹുൽ വെറുതെ ഇങ്ങനെ നടിക്കരുത്. രാഹുൽ വെറുതെ ഇങ്ങനെ നടിക്കരുത്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? രാഹുൽ നോക്കൂ, ഏപ്രിൽ 9-നും 10-നും ഉള്ള കാര്യത്തിൽ മാർച്ച് 25-ന് ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ ആ വകുപ്പ് ഉണ്ടാകണമെന്ന് രാഹുൽ ഇത്രയും നേരം ബാധിച്ചത് പൊളിഞ്ഞില്ലേ? രാഹുൽ ഞാൻ ചോദിക്കുന്ന കാപട്യം നമ്മൾ എന്തിനാ കാണിക്കുന്നത്? രാഹുൽ റൈറ്റേഴ്സ് ആയിട്ട് ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സെക്കൻഡ്. പോലീസ് ഓഫീസർ കേരള പോലീസിലെ കമ്മീഷണർ കൽരാജ് പോക്സോയുടെ അന്വേഷണമാണെന്ന് പറഞ്ഞ താങ്കൾ രാഹുൽ ഈശ്വർ ഞാൻ ചോദിക്കുന്നത് അത് കേസ് എന്താണെന്നുള്ളത് രാഹുൽ ഈശ്വറിനോട് പ്രൈവറ്റ് ആയിട്ടാണ് ഓഫീസർമാർ പറഞ്ഞത്? അല്ല, പോലീസുകാർ പോക്സോ ആണെന്ന് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ? രാഹുൽ ഈശ്വറിനോട് ഇത് പ്രൈവറ്റ് ഇൻഫർമേഷൻ ആണോ പറഞ്ഞത്? ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് കാര്യമുണ്ട്. രാഹുൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് സെൽഫ് എക്സ്പോസിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൽരാജ് എന്ന കമ്മീഷണർ പോക്സോ കേസിനാണ് അന്വേഷണം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഈശ്വർ ഞാൻ നേരത്തെ പറഞ്ഞു. രാഹുൽ ഈശ്വർ പോലീസ് ഇവിടെ വന്നിരിക്കുന്നതിനും അന്വേഷിച്ചിരിക്കുന്നതിന്റെയും കാരണം എന്താണ്? അത് NCST പറഞ്ഞതിന് ശേഷം അവർ വന്നിരിക്കുന്നത് എന്തിനാണ്? എന്ത് ചാർജ് ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്? എന്തിനാണ് അയാളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം എന്നതിനെ കുറിച്ച് ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, രാഹുൽ ഈശ്വർ ഒഴികെ. ഒരു മര്യാദ വേണ്ടേ? രാഹുൽ ഈശ്വർ താങ്കൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ ഇവരെ അന്വേഷിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ്, കേരള പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടാത്തതാണെന്നാണോ രാഹുൽ ഈശ്വർ കരുതുന്നത്? കേരള പോലീസ് 20 വരെ അവരെ നോട്ട് അറസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അത് റെസ്പെക്ട് ചെയ്യണം. ഇനി എന്തുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിൽ പോയത്? അബ്ഡക്ഷൻ എന്നൊരു കള്ളക്കേസ് ഞങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു. കേരള ഹൈക്കോടതിയിൽ കൗസർ എടപ്പത്തിന്റെ ബെഞ്ചിലേക്ക് പോയിരിക്കുന്നത് അബ്ഡക്ഷൻ എന്ന കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തു. രാഹുൽ ഈശ്വർ അത് പോയിരിക്കുന്നത് എന്താണ്? രാഹുൽ ഡേറ്റ് പറയൂ. രാഹുൽ ഡേറ്റ് പറ. അവർ കോടതിയിൽ പോയിരിക്കുന്നത് കൗസർ എടപ്പത്തിന്റെ അടുത്ത് പോയിരിക്കുന്ന ഡേറ്റ് പറ. ഇപ്പൊ എടുത്ത് പറയാലോ. ഇപ്പൊ എടുത്ത് പറയാലോ. ഇനി താങ്കൾ പോക്സോ എന്ന് പറഞ്ഞ ഏത് പോലീസാണ് പറഞ്ഞാൽ കേട്ടത്? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. മഞ്ജുഷ് കൊടുത്തതിനുണ്ട്. ശ്രീ മഞ്ജുഷ് കൊടുത്ത ഡോക്യുമെന്റ് കൃത്യമായിട്ടുണ്ട്. ശ്രീ മഞ്ജുഷ് കൊടുത്ത ഡോക്യുമെന്റിലുണ്ട്. എടുത്തോട്ടെ, ഒരു സെക്കൻഡ് എടുത്തോട്ടെ. ഇപ്പൊ തന്നെ പറയാലോ. രാഹുൽ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? രാഹുൽ അത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം. 8 ഏപ്രിൽ 2026 രണ്ടാം. എക്സാക്ട്ലി രാഹുൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ഡേറ്റിന് ശേഷമാണ് രാഹുൽ ഇതിലേക്ക് പോക്സോ കയറി വരുന്നത്. അപ്പത്താ തട്ടിപ്പാണല്ലേ രാഹുൽ? മനസ്സിലാക്കൂ രാഹുൽ ഈശ്വർ, താങ്കൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് 1 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് NCST മധ്യപ്രദേശ് പോലീസിനോട് പോക്സോ ഇടൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യം പറയാം രാഹുൽ.
പ്രൊസീജറലായിട്ടും വളരെ ലിമിറ്റഡ് ആയിട്ടും മാത്രമാണ് ഈ ഘട്ടത്തിൽ കോടതി ഈ കേസിനെ കാണുക. താങ്കൾക്കറിയാം, എനിക്കറിയാം. കോടതിയുടെ മുന്നിലുള്ളത് മാരേജ് റെക്കോർഡ്സ് ആണ്, അതിന്റെ ഡോക്യുമെന്റ് ആണ്. ഇവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ അവരുടെ ആപ്ലിക്കേഷനിൽ ഞങ്ങൾ വിവാഹിതരാണ്, ഒരുമിച്ച് കഴിയാൻ താല്പര്യമുണ്ട് എന്ന് ഈ കപ്പിൾ പറഞ്ഞിരിക്കുന്ന ക്ലെയിം ആണ് അവരുടെ മുന്നിലുള്ളത്. ഇതിലെ ഏജിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയിലേക്ക് കോടതി കടന്നിട്ടേയില്ല. ഏത് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിൽ ഒരു അമ്പലത്തിൽ വെച്ച് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിക്കാൻ കഴിയുമോ? മാരേജ് ആക്ട് പ്രകാരമല്ല. ഞാൻ ചോദിക്കട്ടെ, അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ കഴിയുമോ? അവിടെയാണ് തെറ്റുന്നത്. കേരള രജിസ്റ്റർ ഓഫ് മാരേജ് കോമൺ റൂൾസ് 2008 പ്രകാരമാണ് കല്യാണം കഴിച്ചത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. എവിടെ? അമ്പലത്തിലോ? കേരള രജിസ്ട്രേഷൻ ഓഫ് അമ്പലത്തിലോ? മാരേജ് കോമൺ റൂൾസ് 2008 അമ്പലത്തിലോ? അമ്പലത്തിലാണോ ഇത് വെച്ച് രജിസ്റ്റർ ചെയ്യുന്നത്? അമ്പലത്തിൽ കല്യാണം കഴിക്കാം. ചുമ്മാ രാഹുൽ ഈശ്വർ വെറുതെ തർക്കിക്കരുത്. രാഹുൽ വെറുതെ തർക്കിക്കരുത്. പോക്സോ അലിഗേഷൻ ഇല്ലാത്ത കാലത്തെ റെക്കോർഡ്സ് എടുത്ത് വെച്ചിട്ട് ഇതിൽ പോക്സോ ഇല്ലല്ലോ എന്ന് പറഞ്ഞതിൽ ഒരു മെറിറ്റുമില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?